നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പം അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേരും പാലും പഞ്ചാരം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അപോഷണൊക്കെ നടക്കുന്നുണ്ടല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യണ ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വഴക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. അത് ആത്മാവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അബോർഷനായാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കണത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായത് യേശുവിൻ്റെ അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. സഭയുടെ ഭൗതിക തലവൻ പത്രോസാണ്. അപ്പോഴേ ഈ തലയോടാണ് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെച്ചാൽ സഭയോട്, സഭയുടെ അംഗങ്ങളോട്, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് എന്തുമാത്രമുണ്ട്, അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത്. എന്താണ്? ഇവരെക്കാൾ അധികമായി. കവനൻ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഈ കവനൻ്റ് റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ചില പ്രണയഭ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പിടിക്കാനുള്ള മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഓടിച്ചിട്ട് വരാം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന നടപടിക്രമം. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം. സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണം ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ആരാധന